നമുക്കൊരു ഒബ്ജക്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ചില ഒബ്ജക്റ്റ് പ്രോഗ്രാമിനൊക്കെ മോഡിഫിക്കേഷൻ ആവശ്യം വരും. കാരണം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പം ഇപ്പോൾ 1000-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ എഴുതി വെക്കുകയാണ്. പക്ഷേ മെമ്മറിയിൽ എപ്പോഴും 1000 എന്ന് പറയുന്ന അഡ്രസ്സ് ഫ്രീ ആവണം എന്നില്ല. അപ്പോൾ ചില ഒബ്ജക്റ്റ് പ്രോഗ്രാമൊക്കെ ഈ സ്റ്റാർട്ടിങ് അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മെമ്മറിയിലോട്ട് ഇടാൻ പോകുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമുകളിൽ ചില ഒബ്ജക്റ്റ് പ്രോഗ്രാമുകളിനകത്ത് ആ ലേബലുകൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ വേറെ ചില ഒബ്ജക്റ്റ് പ്രോഗ്രാമുകളായിരിക്കും അവയെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ റെഫറൻസുകൾ സോൾവ് ചെയ്യണം. അതിന് നമ്മൾ ലിങ്കിങ് എന്ന് പറഞ്ഞ ടെർമിനോളജി ഉപയോഗിക്കുന്നത്. പിന്നെ ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിലോട്ട് പ്രോഗ്രാമിനെ പിറക്കി ഇടുന്നതിന് നമുക്ക് ലോഡിംഗ് എന്ന് പറയാം. എന്നിട്ടേ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. സോ ലോഡിങ്, റീലൊക്കേഷൻ ആൻഡ് ലിങ്കിങ്, ഈ 3 കാര്യങ്ങളും നമുക്ക് പലപ്പോഴും ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണം. ഓക്കെ, ഈ ലിങ്കിങ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെ നമ്മൾ ലിങ്കർ എന്നാണ് പറയുന്നത്. മെമ്മറിയിലോട്ട് ഇടുന്നതിന് നമ്മൾ സാധാരണയായിട്ട് ലോഡർ എന്നുമാണ് പറയുന്നത്. നമുക്ക് മെയിൻലി 3 ടൈപ്പ് ഓഫ് ലോഡേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ലോഡർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ലോഡറാണ്. അബ്സല്യൂട്ട് ലോഡർ സിംപ്ലി ലോഡിംഗ് എന്ന് പറയുന്ന വർക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ. ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമുകൾ ആ പറഞ്ഞ മെമ്മറി ലൊക്കേഷനുകളിലോട്ട് പറക്കിയിടും, അത്ര മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ലോഡേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് റീലൊക്കേഷൻ ലോഡർ അല്ലെങ്കിൽ റിലേറ്റീവ് ലോഡർ എന്ന് പറയും. അവ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഡിങ്ങും ചെയ്യും, റീലൊക്കേഷനും ചെയ്യും. റീലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഒബ്ജക്റ്റ് പ്രോഗ്രാമുകളാണോ സ്റ്റാർട്ടിങ് അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നത് അതിനനുസരിച്ച് അവയെ മോഡിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് മെമ്മറിയിലോട്ട് പറക്കിയിടും. ഇനി വേറൊരു ടൈപ്പ് ലോഡർ ഉണ്ട്, അതാണ് ലിങ്കിങ് ലോഡർ. ലിങ്കിങ് ലോഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ ലോഡിങ്, റീലൊക്കേഷൻ, പിന്നെ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പലുകൾ, എക്സ്റ്റേണൽ റെഫറൻസസ് ഉണ്ട് എങ്കിൽ അത് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് അവയെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. ഇനി നമ്മൾ ഇപ്പം നോക്കാൻ പോണത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബ്സല്യൂട്ട് ലോഡറും ബൂട്ട് സ്ട്രാപ്പ് ലോഡറുമാണ് നമ്മൾ പറയാൻ പോണത്. അബ്സല്യൂട്ട് ലോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡറാണ്. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെമ്മറി ആ തന്നിരിക്കുന്ന അഡ്രസ്സിലോട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാമുകൾ ഇടുന്ന ലോഡറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത്. സോ ഒരു ലോഡറിന് നോർമലി ഹെഡർ, ടെക്സ്റ്റ്, എൻട്ര കോഡുകൾ ഇൻപുട്ടായിട്ടുണ്ടാവും. ഈ ഹെഡർ, ടെക്സ്റ്റ്, എൻട്ര കോഡുകൾ ആര് തരുന്നത്? അസംബ്ലർ തരുന്നതാണ്. അപ്പം ഒരു അസംബ്ലർ അബ്സല്യൂട്ട് ലോഡറിൻ്റെ അൽഗോരിതം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്തിട്ട് അതിനകത്ത് പ്രോഗ്രാം നെയിമും ലെങ്തും ഉണ്ടാവും, അത് രണ്ടും വെരിഫൈ ചെയ്യും. അതിനുശേഷം ടെക്സ്റ്റ് റെക്കോർഡുകൾ റീഡ് ചെയ്യും. ആദ്യം ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്തിട്ട് വൈൽ റെക്കോർഡ് ടൈപ്പ് നോട്ട് ഈക്വൽ ടു ഇ വരെ ഒരു ഒബ്ജക്റ്റ് കോഡ് ക്യാരക്ടർ ഫോമിലാണ് എങ്കിൽ അതിനെ അതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് കോഡുകൾ ടെക്സ്റ്റ് റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്ന മെമ്മറി അഡ്രസ്സിലോട്ട് പെറുക്കി ഇടും. ഓക്കെ, അങ്ങനെ ഇനി എന്ത് ചെയ്യും, അടുത്ത ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒബ്ജക്റ്റ് കോഡ് ക്യാരക്ടർ ഫോമിലാണെങ്കിൽ അതിനെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനിലോട്ട് ആക്കിയിട്ടിട്ട് ആ പറഞ്ഞിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് പറക്കിയിടും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും റെക്കോർഡ് ടൈപ്പ് ഇ കാണുന്നിടം വരെ. ഇ കാണുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇയിൽ അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അവിടെ പോയി എക്സിക്യൂഷൻ സ്റ്റാർട്ടാക്കും. അപ്പോൾ അതാണ് അബ്സല്യൂട്ട് ലോഡർ ചെയ്യുന്നത്. സോ അബ്സല്യൂട്ട് ലോഡർ നമുക്ക് പറയാം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, എഫിഷ്യൻ്റ് ആണ്. കാരണം നമ്മൾ ആ തന്നിരിക്കുന്ന പോലെ ലോഡ് ചെയ്ത് എക്സിക്യൂഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ ആസ് എ റിസൾട്ട് വി ക്യാൻ സെവറൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ടുഗദർ ആയിട്ട് മെമ്മറി ഷെയറിങ്ങിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സബ് റൂട്ടീൻ ലൈബ്രറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ വേറൊരു ടൈപ്പ് അബ്സല്യൂട്ട് ലോഡറാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഐഡിലായിരിക്കുമ്പോൾ അല്ലെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറിയിൽ ഒരു പ്രോഗ്രാമും ഉണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ അബ്സല്യൂട്ട് ലോഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോമിലുള്ള OSൻ്റെ പാർട്ടുകളെ നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പം റോമിൽ നിന്ന് നമ്മളുടെ മെഷീൻ ബിഗിൻ ചെയ്യാനുള്ള OS റൂട്ടീൻ്റെ സ്റ്റാർട്ടിങ് റൂട്ടീൻസിന് എങ്ങോട്ട് ലോഡ് ചെയ്യും, മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. അപ്പോൾ ആ ഫംഗ്ഷൻ ചെയ്യുന്ന ലോഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ആ ബൂട്ട് സ്ട്രാപ്പ് ലോഡിംഗ് പ്രോഗ്രാം വിച്ച് ഇൻ ടേൺ ലോഡ്സ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി OS റൂട്ടീൻ. ഓക്കെ, അപ്പോൾ അത്രയാണ്. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ആക്കുകയോ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അബ്സല്യൂട്ട് ലോഡറാണ് വർക്ക് ചെയ്യുന്നത്. ആ ലോഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ ലോഡ്സ് ദ ഫസ്റ്റ് പ്രോഗ്രാം ടു ബി റൺ ബൈ ദ കമ്പ്യൂട്ടർ. വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം? ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം റൺ ബൈ ദി കമ്പ്യൂട്ടർ.